ഈ സീസൺ IPL-ലെ 22 മത്സരങ്ങൾ പൂർത്തിയായിരിക്കുമ്പോൾ ഏറ്റവും പുതിയ പോയിന്റ് ടേബിളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 10, 9, 8 സ്ഥാനങ്ങളിൽ 5 മത്സരത്തിൽ 1 വിജയവും 4 പരാജയവും 2 പോയിന്റുമായി ഹൈദരാബാദ്, ചെന്നൈ, മുംബൈ തുടങ്ങിയ 3 ടീമുകളാണ് നിൽക്കുന്നത്. ടൂർണമെന്റിലെ ഏറ്റവും മോശം റൺ റേറ്റ് SRH കീപ്പ് ചെയ്യുമ്പോൾ വിജയം മാത്രം പോരാ, റൺ റേറ്റ് കൂടി മെച്ചപ്പെടുത്തണം എന്ന നിലയിലാണ് SRH നിൽക്കുന്നത്. ചെന്നൈയുടെ കാര്യവും ഒട്ടും വ്യത്യസ്തമല്ല. ലാസ്റ്റ് കിടക്കുന്ന ഈ 3 ടീമുകളിൽ മുംബൈക്കാണ് മുകളിലേക്ക് കയറി പോകാൻ കുറച്ചുകൂടി ഹോപ്പ് നിലവിൽ കാണപ്പെടുന്നത്. ബാക്കി 2 ടീമുകളുടെയും ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് ഇത് ഇവരുടെ സീസൺ അല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. 7, 6 സ്ഥാനങ്ങളിൽ 4 പോയിന്റുമായി രാജസ്ഥാൻ, കൊൽക്കത്ത എന്നിവരാണ് നിൽക്കുന്നത്. ഇതിൽ രാജസ്ഥാൻ 4 മത്സരങ്ങളും കൊൽക്കത്ത 5 മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. KKRന്റെ റൺ റേറ്റ് അത്ര പ്രശ്നമല്ലാതിരിക്കുമ്പോൾ രാജസ്ഥാന് -0.185 ആണ് NRR. തൊട്ടു മുന്നിലും പിന്നിലും നിൽക്കുന്ന മുംബൈ, കൊൽക്കത്ത എന്നിവരെക്കാളും മോശം റൺ റേറ്റാണ് രാജസ്ഥാൻ ഉള്ളത്. ഇന്ന് ടീം ഗുജറാത്തിനെ നേരിടാൻ പോകുമ്പോൾ ഒരു വിജയം തന്നെയായിരിക്കും രാജസ്ഥാൻ ലക്ഷ്യമിടുന്നത്. 5 മുതൽ 1 വരെ സ്ഥാനത്ത് നിൽക്കുന്ന ലക്നൗ, പഞ്ചാബ്, RCB, ഗുജറാത്ത്, ഡൽഹി തുടങ്ങി 5 ടീമുകൾക്കും 6 പോയിന്റാണുള്ളത്. ഇതിൽ ലക്നൗ 5 മത്സരങ്ങളും പഞ്ചാബ്, RCB, ഗുജറാത്ത് എന്നിവർ 4 മത്സരങ്ങളും ഡൽഹി 3 മത്സരങ്ങളും മാത്രമേ കളിച്ചിട്ടുള്ളൂ. ഡൽഹി, ഗുജറാത്ത്, RCB തുടങ്ങി 3 പേരും +1 മുകളിൽ റൺ റേറ്റും നിലനിർത്തുന്നുണ്ട്. LSG മാത്രമാണ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇത്തിരി പിന്നോട്ട് നിൽക്കുന്നത്. പക്ഷേ അവർക്കും പോസിറ്റീവ് റൺ റേറ്റ് തന്നെയാണുള്ളത്. വരുന്ന ഞായറാഴ്ചയ്ക്കുള്ളിൽ RCB, ഡൽഹി, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങി 4 ടീമുകളുടെ 2 മത്സരങ്ങൾ വരുമ്പോൾ പോയിന്റ് ടേബിൾ ഏത് നിലയിലായിരിക്കും ഉണ്ടാവുക എന്നത് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം തന്നെയാണ്.